So once again, all of you, welcome back to my YouTube channel. My name is Adira. So now we are discussing the first chapter of CBSE class 7 students, and our chapter name is acid, base and salt. In our previous class, we discussed up to natural indicators. Okay, അപ്പോൾ നമ്മുടെ chapter acid, bases and salts എന്നതാണ് ക്ലാസ് 7th കുട്ടികളുടെ ഫസ്റ്റ് കെമിസ്ട്രി ചാപ്റ്റർ ആണ് ആസിഡ്, ബേസസ് ആൻഡ് സാൾട്ട് എന്ന് പറയാം. അതിനകത്ത് ഏകദേശം നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് വരെയുള്ള പോർഷൻസ് നമ്മൾ എന്ത് ചെയ്തിരുന്നു, കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ചല്ല, ഏകദേശം 2 സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് മാത്രമേ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പറയുന്നുള്ളൂ. അതിൽ ഒന്ന് മാത്രം സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്, അത് ഫിനോഫ്താലിൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പം സിന്തറ്റിക് ഇൻഡിക്കേറ്റർ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്താണ്? സിന്തറ്റിക് ഇൻഡിക്കേറ്റർ എന്നതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. അപ്പൊ സിന്തറ്റിക് മീൻസ് എന്താണ്? മാൻമെയ്ഡ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? സിന്തറ്റിക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സിൽ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫിനോഫ്താലിൻ. ഫിനോഫ്താലിൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് പറയാൻ പോകുന്നത്. അപ്പം ഫിനോഫ്താലിൻ എന്തിനൊരു എക്സാമ്പിൾ ആണ്? ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് ആണ്. ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് us ടു ഐഡന്റിഫൈ വിച്ച് വൺ ഈസ് അസിഡിക് ഓർ വിച്ച് വൺ ഈസ് ബേസിക്. ഓക്കെ, ഏതാണ് അസിഡിക് ഏതാണ് ബേസിക് എന്നറിയാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇൻഡിക്കേറ്റേഴ്സ്. ഇപ്പൊ ഇൻഡിക്കേറ്റേഴ്സ് 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറലും. സെക്കൻഡ് വൺ ആണ് സിന്തറ്റിക്. സിന്തറ്റിക് മീൻസ് മാൻമെയ്ഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ എന്തെന്ന് പറയുന്നത്? സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് മീൻസ് നമുക്കത് എവിടെ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? നമ്മുടെ നേച്ചറിൽ നിന്നാണ് കിട്ടുന്നത്. അങ്ങനെയുള്ള നമ്മൾ എന്തെന്ന് പറയുന്നത്? നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സും എന്ത് തന്നെയാണ്? നമ്മൾക്ക് ഏതാണ് ആസിഡ് ഏതാണ് ബേസ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വസ്തുക്കൾ തന്നെയാണ് സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സും. ത്രൂ ദയർ കളർ ചേഞ്ച് ആണ് നമ്മൾ എന്ത് ഐഡന്റിഫൈ ചെയ്യുന്നത്? ആസിഡ് ഏതാ ബേസ് ഏതാ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പം ഫിനോഫ്താലിൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ആൻഡ് ദ നാച്ചുറൽ കളർ ഓഫ് ഫിനോഫ്താലിൻ ഈസ് കളർലെസ്. ഓക്കെ, നാച്ചുറൽ കളർ എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് കളർ ഇല്ല. നോർമലി കളർലെസ് ആയിട്ടൊരു വസ്തുവാണ് എന്തെന്ന് പറയുന്നത്? ഫിനോഫ്താലിൻ എന്ന് പറയുന്നത്. ഇനി ഈ ഫിനോഫ്താലിൻ നമ്മൾ എന്തിൽ ആഡ് ചെയ്യാന്ന് കരുതുക? ഫിനോഫ്താലിൻ പ്ലസ് ആസിഡ്. ഓക്കെ, ഫിനോഫ്താലിൻ പ്ലസ് ആസിഡ് എന്ന് കരുതുക. അത് എന്തില്ല? ദർ ഈസ് നോ കളർ ചേഞ്ച് മീൻസ് ആസിഡിനും കളറില്ല ഫിനോഫ്താലിനും കളറില്ല. നമുക്ക് റിയാക്ട് ചെയ്താൽ എന്താണ്? അവിടെ കളർലെസ് ആയിരിക്കും. പ്രത്യേകിച്ച് യാതൊരു കളറും എന്ത് ചെയ്യുന്നില്ല? ഫോം ചെയ്യുന്നില്ല. ഇനി ഈ ഫിനോഫ്താലിൻ പ്ലസ് ബേസ് എന്ന് കേട്ടോ, ഫിനോഫ്താലിൻ പ്ലസ് ബേസ് നമുക്ക് കിട്ടുന്ന ഒരു പിങ്ക് നിറമായിരിക്കും. ഓക്കെ, ഫിനോഫ്താലിൻ പ്ലസ് ബേസ് എന്താ നമുക്ക് കിട്ടുന്നത്? പിങ്ക് നിറമായിരിക്കും. അപ്പം ഫിനോഫ്താലിൻ എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ആണ്. അത് എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? ആസിഡ് ഏതാ ബേസ് ഏതാ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സിനെ ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് എന്ത്? ഫിനോഫ്താലിൻ എന്ന് പറയുന്നത്. അതിന്റെ ഒറിജിനൽ നിറം മീൻസ് കളർലെസ് ആണ്. അത് നമ്മൾ ആസിഡിലോട്ട് ഫിനോഫ്താലിൻ ആഡ് ചെയ്യുമ്പം കളർലെസ് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് യാതൊരു കളർ ചേഞ്ചും അവിടെ ഇല്ല. ഇനി ബേസിലോട്ടാണ് ഈ ഫിനോഫ്താലിൻ ആഡ് ചെയ്യുന്നതെങ്കിൽ അത് പിങ്ക് നിറത്തിലേക്ക് എന്ത് ചെയ്യും? ടേൺ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് പറയാം? If phenolphthalein is added to acid, there is no color change. ആസിഡിലാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ കളർലെസ് തന്നെയായിരിക്കും. If we add that phenolphthalein in base, it will turns to pink. ബേസിക് മീഡിയത്തിൽ മാത്രമേ അത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യത്തുള്ളൂ? പിങ്ക് നിറത്തിലേക്ക് കൺവേർട്ട് ചെയ്യത്തുള്ളൂ. ഇനി നമ്മൾ അടുത്ത് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് മീഥൈൽ ഓറഞ്ച്. ഓക്കെ, നെക്സ്റ്റ് അവർ സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ഈസ് മീഥൈൽ ഓറഞ്ച്. ഇവിടെ തന്നെ ഉണ്ട് ഒരു ടേം, എന്താണ്? ഓറഞ്ച്. അപ്പൊ അതിന്റെ നാച്ചുറൽ നിറം എന്താണ്? ഓറഞ്ച്. ഓക്കെ, അതിന്റെ നിറം എന്ന് പറയുന്നത് ഓറഞ്ച് തന്നെയാണ്. ഇനി ഈ ഫിനോഫ്താലിൻ നമ്മൾ ആസിഡിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് നിറമായിരിക്കും എന്നറിയാവോ? ആസിഡ് പ്ലസ് മീഥൈൽ ഓറഞ്ച് നമുക്ക് നൽകുന്നത് ഒരു റെഡ് നിറമാണ് കേട്ടോ. ആസിഡ് പ്ലസ് മീഥൈൽ ഓറഞ്ച് കിട്ടുന്നത് റെഡ്. ഇനി ബേസ് പ്ലസ് മീഥൈൽ ഓറഞ്ച് നമുക്ക് കിട്ടുന്നത് യെല്ലോ. അപ്പം ഈ നിറങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ച് വെക്കണം. അപ്പൊ 2 സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് മാത്രമേ പറയുന്നുള്ളൂ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫിനോഫ്താലിൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മീഥൈൽ ഓറഞ്ച്. ഫിനോഫ്താലിൻ എന്ന് പറയുമ്പോൾ കളർലെസ് ആണ്. നമ്മൾ ആ കളർലെസ് ആയിട്ടുള്ള ഫിനോഫ്താലിൻ ആസിഡിൽ ഒഴിക്കുമ്പോൾ അത് എന്ത് തന്നെയായിരിക്കും? കളർലെസ് തന്നെ ആയിരിക്കും. മീൻസ് അവിടെ എന്തില്ല? യാതൊരു കളർ ചേഞ്ചും ഇല്ല. ഇനി നമ്മൾ ഈ ഫിനോഫ്താലിൻ ബേസിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് കളറിലേക്ക് കൺവേർട്ട് ചെയ്യും? പിങ്ക് നിറത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ കൺഫേം ചെയ്യാം
കളർലെസ് ആയിട്ടിരിക്കുന്നത് ആസിഡും പിങ്കിലേക്ക് ടേൺ ചെയ്യുന്നത് ബേസുമാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞൊരു സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ആണ് മീഥൈൽ ഓറഞ്ച്. ഓറഞ്ച് എന്നൊരു ടേം തന്നെ അവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ ബിഫോർ ദ റിയാക്ഷൻ എന്തായിരിക്കും കളർ എന്ന് പറയുന്നത്? ഓറഞ്ച് ആണ്. ഇനി ഈ മീഥൈൽ ഓറഞ്ച് നമ്മൾ ആസിഡിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് റെഡ് നിറത്തിലേക്കും ബേസിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് യെല്ലോ നിറത്തിലേക്കുമാണ് എന്ത് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് എന്നൊരു പോർഷനിൽ എന്ത് ചെയ്യാനുള്ളത് പറയാനായിട്ട് ഉള്ളത്. അപ്പൊ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസസ് ആണ് ദാറ്റ് വി യൂസ്ഡ് ടു ഐഡന്റിഫൈ വിച്ച് വൺ ഈസ് ആസിഡ് ഓർ വിച്ച് വൺ ഈസ് ബേസ്. ഏതാണ് ആസിഡ് ഏതാണ് ബേസ് എന്നറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസിനെയായിരുന്നു എന്തെന്ന് പറഞ്ഞിരുന്നത്? ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്, നാച്ചുറലും ഉണ്ട് സിന്തറ്റിക്കും ഉണ്ട്. നാച്ചുറൽ എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് നാച്ചുറലും, മാൻമെയ്ഡ് ആയിട്ടുള്ള നമ്മൾ എന്തെന്ന് പറയുന്നു? സിന്തറ്റിക് എന്നും പറയുന്നു. നാച്ചുറൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ലിറ്റ്മസ് പറഞ്ഞിരുന്നു, ടർമറിക് പറഞ്ഞിരുന്നു, ചൈന റോസ് പെറ്റൽസ് പറഞ്ഞിരുന്നു, കളർ ചേഞ്ചും പറഞ്ഞിട്ടുണ്ട്. ഇനി സിന്തറ്റിക്കിന് നമ്മൾ എന്ന് പറഞ്ഞ രണ്ടെണ്ണമാണ് ഫിനോഫ്താലിനും മീഥൈൽ ഓറഞ്ച്. ഫിനോഫ്താലിൻ കളർലെസ് ആണ്, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും കളർലെസ് ആയിട്ട് തന്നെ നിൽക്കും. ബേസുമായിട്ടാണ് ഫിനോഫ്താലിൻ റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അത് പിങ്ക് നിറത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. മീഥൈൽ ഓറഞ്ചും സിന്തറ്റിക് ഇൻഡിക്കേറ്ററിന്റെ അടുത്തൊരു എക്സാമ്പിൾ ആണ്. മീഥൈൽ ഓറഞ്ച് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് റെഡിലേക്കും ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് യെല്ലോ നിറത്തിലേക്കാണ് എന്ത് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ ന്യൂട്രലൈസേഷൻ എന്നൊരു ടോപ്പിക് ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ന്യൂട്രലൈസേഷൻ. ന്യൂട്രലൈസേഷൻ എന്നതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. ഓക്കെ, ന്യൂട്രലൈസേഷൻ. അപ്പൊ ന്യൂട്രലൈസേഷൻ എന്ന് വെച്ചാല് ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്തിട്ട് നമ്മൾക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ സാൾട്ടും വാട്ടറും ആയിരിക്കും. ആസിഡ് പ്ലസ് ബേസ്, ആസിഡ് പ്ലസ് ബേസ് നമുക്ക് കിട്ടുന്നത് എന്താണ്? സാൾട്ടും പ്ലസ് വാട്ടർ. ഇതിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഈ സാൾട്ട് എന്ന് പറയുന്നത് എന്തൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്? അസിഡിക് ആകാനുള്ള ചാൻസ് ഉണ്ട്, ബേസിക് ആകാനുള്ള ചാൻസ് ഉണ്ട്, ന്യൂട്രൽ ആകാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ റിയാക്ഷനെ എന്തെന്ന് പറയുന്നത്? ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. വെൻ ആൻ ആസിഡ് റിയാക്ട് വിത്ത് ബേസ് ടു ഫോം സാൾട്ട് ആൻഡ് വാട്ടർ ആൻഡ് ഇവോൾവ് ഹീറ്റ് മീൻസ് അവിടെ എന്തിനേയും കൂടെ അത് ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഹീറ്റ് മീൻസ് ടെമ്പറേച്ചർ റിലീസ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ആസിഡും ബേസും റിയാക്ട് ചെയ്തിട്ട് സാൾട്ടും വാട്ടറും ഫോം ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അവിടെ എന്തിനെ ഇവോൾവ് ചെയ്യുന്നുണ്ട്? ഹീറ്റിനെ ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇപ്പം ആസിഡിന് ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാം കേട്ടോ. HCl മീൻസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ബേസ് ആയിട്ട് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് എടുക്കുന്നത്, സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ നമ്മുടെ സാൾട്ട് എന്ന് പറഞ്ഞാല് സാൾട്ട് എന്ന് പറഞ്ഞാല് ആസിഡിനകത്തെ സെക്കൻഡ് കണ്ടന്റും ബേസിനകത്ത് ഫസ്റ്റ് കണ്ടന്റും കൂടെ കൂടി ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? സാൾട്ട് കിട്ടുന്നത്. അപ്പം ബേസിനകത്ത് ഫസ്റ്റ് കണ്ടന്റ് വേണം ആദ്യം എഴുതാൻ. അതായത് NaOH ആണല്ലോ ബേസ്, അതിനകത്ത് Na വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആദ്യം എഴുതാൻ. പിന്നാണ് ആസിഡിലെ സെക്കൻഡ് കണ്ടന്റ് നമ്മൾ എഴുതുന്നത്. അപ്പൊ നമ്മുടെ സാൾട്ട് എന്ന് പറഞ്ഞാല് സോഡിയം ക്ലോറൈഡ് NaCl പ്ലസ് വാട്ടറിന്റെ ഫോർമുല എന്ന് പറയുമ്പോൾ H2O ആണ് കേട്ടോ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു ആസിഡും ബേസും റിയാക്ട് ചെയ്ത് സാൾട്ടും വാട്ടറും ഫോം ചെയ്യുന്നു. അതിനോടൊപ്പം ഹീറ്റും കൂടെ ഇവോൾവ് ചെയ്യുന്ന റിയാക്ഷനെ പറയുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ. ഈ സാൾട്ടിന്റെ നേച്ചർ എന്ന് പറയുമ്പോൾ ആസിഡ് ആകാനും അത് മീൻസ് അസിഡിക് ആകാനും ബേസിക് ആകാനും ന്യൂട്രൽ ആകാനുമുള്ള ചാൻസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. When an acid react with base to form salt and water and evolve heat is known as neutralization reaction. ഇത്രയാണ് നമുക്ക് ന്യൂട്രലൈസേഷൻ പറയാനുള്ളത്. ഇനി ലാസ്റ്റ് ആ ചാപ്റ്ററിനകത്ത് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂട്രലൈസേഷൻ ഇൻ എവറിഡേ ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഈ ന്യൂട്രലൈസേഷനുമായി റിയാക്ട് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ ന്യൂട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് എക്സാമ്പിൾ തന്നിരിക്കുന്ന ഇൻഡൈജഷൻ, ദഹിക്കാത്ത അവസ്ഥ നമ്മൾ എന്താന്ന് പറയുന്നത്? ഇൻഡൈജഷൻ എന്ന് പറയുന്നത്. അപ്പം ഇൻഡൈജഷൻ മീൻസ് ഓൾറെഡി നമ്മുടെ സ്റ്റൊമക്കിൽ ഒരു ആസിഡ് ഉണ്ട്. ആ ആസിഡിന്റെ പേരാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആ ആസിഡിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്താണ്? നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യുക എന്നതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ എമൗണ്ട് അങ്ങ് കൂടുകയാണെങ്കിൽ അത് പിന്നെ നമ്മുടെ വയറ്റിനുള്ളിൽ ഇച്ചിങ്ങും പെയിനിലോട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ലീഡ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിട്ട് മാറും. ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിന്റെ പേരാണ് ആന്റാസിഡ്. ഓക്കെ, ആ വസ്തുവിന്റെ പേരെന്ന് പറയുന്നത് ആന്റാസിഡ് എന്നാണ് കേട്ടോ. ആന്റാസിഡ്. അപ്പം ഈ ആന്റാസിഡിനകത്ത് ഒരു ബേസ് കണ്ടന്റ് ഉണ്ട്. ആന്റാസിഡിനകത്ത് എന്തുണ്ട്? ഒരു ബേസിന്റെ കണ്ടന്റ് ഉണ്ട്. ആന്റാസിഡ്
നകത്ത് ഒരു ബേസ് ഉണ്ട്. നോർമലി അത് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നാണ് പറയുന്നത്. അതിന് എന്തെന്നാ പറയുന്നത്? മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നാണ് പറയുന്നത്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് വെച്ചാല് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിനെയാണ് നമ്മൾ മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വയറ്റിൽ ഇപ്പൊ എന്തിന്റെ എമൗണ്ട് ആണ് കൂടി നിൽക്കുന്നത്? ആസിഡിന്റെ എമൗണ്ട് ആണ് കൂടി നിൽക്കുന്നത്. അത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? അന്റാസിഡിനകത്തുള്ള ബേസ് ആയ മിൽക്ക് ഓഫ് മഗ്നീഷ്യ അല്ലെങ്കിൽ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് നടക്കണം? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റിയാക്ഷൻ ഒന്ന് എഴുതുകയാണെങ്കിൽ HCl പ്ലസ് MgOH. അപ്പൊ നമ്മുടെ സാൾട്ട് എന്ന് പറയുന്നത് എന്താണ്? മഗ്നീഷ്യം ക്ലോറൈഡും MgCl2 പ്ലസ് എന്ത് വരണം? വാട്ടർ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഇൻ അവർ സ്റ്റൊമക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം ന്യൂട്രലൈസേഷൻ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുണ്ട്. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ഇൻഡൈജഷൻ. ഇൻഡൈജഷൻ എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ സ്റ്റൊമക്കിൽ ഒരു ആസിഡ് ഉണ്ട്, അതിന്റെ പേരാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യുക എന്നതാണ്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും? ഈ ആസിഡിന്റെ എമൗണ്ട് അങ്ങ് കൂടും. അങ്ങനെ ആകുമ്പം അത് പെയിനും ഇച്ചിങ്ങും ഒക്കെ ഉണ്ടാകാനുള്ള കാരണമാകും. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വസ്തുക്കളാണ് അന്റാസിഡ് എന്ന് പറയുന്നത്. അന്റാസിഡിനകത്ത് ഒരു ബേസ് ഉണ്ട്, അതിന്റെ പേര് മിൽക്ക് ഓഫ് മഗ്നീഷ്യ അല്ലെങ്കിൽ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ നമ്മുടെ സ്റ്റൊമക്കിനുള്ളിലുള്ള ആസിഡും ഈ അന്റാസിഡിനകത്തെ ബേസിന്റെ റിയാക്ട് ചെയ്തിട്ട് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും. ന്യൂട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ആസിഡ് ന്യൂട്രലൈസ് ദ എഫക്ട് ഓഫ് ബേസ് ആൻഡ് ബേസ് ന്യൂട്രലൈസ് ദ എഫക്ട് ഓഫ് ആസിഡ്. ആസിഡിന്റെ എഫക്റ്റിനെ ബേസും ബേസിന്റെ എഫക്റ്റിനെ ആസിഡും എന്ത് ചെയ്യുന്നു? നള്ളിഫൈ ചെയ്യുന്ന റിയാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ന്യൂട്രലൈസേഷൻ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ളത്. സെക്കൻഡ് പറയുന്നതാണ് ആൻഡ് ബൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഉറുമ്പ് കടിക്കുന്ന ഒരു കണ്ടീഷൻ എന്തിന് എക്സാമ്പിൾ ആണ്? ന്യൂട്രലൈസേഷന് എക്സാമ്പിൾ ആണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളെല്ലാവരും എന്താ അത്യാവശ്യം ഉറുമ്പൊക്കെ കടിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ടൈമിൽ നമ്മുടെ കൈ എന്ത് ചെയ്യും? നമുക്ക് വല്ലാണ്ട് ഇച്ചിങ് മീൻസ് ചൊറിച്ചിലുണ്ടാകും. പിന്നെ അവിടെ ഒരു സ്വെല്ലിങ്സ് വീർത്തൊക്കെ വരുന്ന പോലെ നമുക്ക് തോന്നും. കാരണം ഈ ആൻഡിനുള്ളിൽ ഒരു ആസിഡ് ഉണ്ട്, അതിന്റെ പേരാണ് ഫോമിക് ആസിഡ്. ഓക്കെ, അപ്പം ആൻഡ്സിനുള്ളിലുള്ള ആസിഡിന്റെ പേരെന്താണ്? ഫോമിക് ആസിഡ് എന്നാണ്. ഇവര് നമ്മളെ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫോമിക് ആസിഡിനെ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ഇൻജെക്ട് ചെയ്യും. ഓക്കെ, അതായത് ആൻഡ്സ് നമ്മളെ കടിക്കുമ്പം ഫോമിക് ആസിഡ് നമ്മൾക്കുള്ളിലേക്ക് ഇത് ഇൻജെക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് തോന്നുന്നത്? ഒരു ഇച്ചിങ്ങും ഇറിറ്റേഷനും ഒക്കെ തോന്നുന്നത്. ആ സമയത്ത് അത് നമുക്ക് നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മോയിസ്റ്റ് ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ കലാമിൻ ലോഷനോ എന്ത് ചെയ്താൽ മതി? ഉപയോഗിച്ചാൽ മതി. മോയിസ്റ്റ് ബേക്കിംഗ് സോഡയുടെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ നെയിം ആണ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ഇനി വേറെ ഒന്നുകൊണ്ട് കലാമിൻ ലോഷൻ. കലാമിൻ ലോഷൻ യൂസ് ചെയ്താൽ നമുക്ക് എന്തിന്റെ എഫക്ട് നള്ളിഫൈ ചെയ്ത് കളയാം? ആൻഡ്സ് നമ്മളിൽ കുത്തിവെച്ച ഫോമിക് ആസിഡിന്റെ എഫക്ട് നമുക്ക് നള്ളിഫൈ ചെയ്യാൻ സാധിക്കും. ഈ ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ കലാമിൻ ലോഷനകത്തുള്ളത് സിങ്ക് കാർബണേറ്റ് ആണ് കേട്ടോ. സിങ്ക് കാർബണേറ്റ് എന്തിനകത്തുണ്ട്? കലാമിൻ ലോഷനകത്തുണ്ട്. അപ്പം ഒരു ആൻഡ് നമ്മളെ കടിക്കുമ്പം അവര് നമ്മൾക്കുള്ളിലേക്ക് ഇൻജെക്ട് ചെയ്യുന്ന ആസിഡിന്റെ പേര് ഫോമിക് ആസിഡ്. ഇത് നമ്മൾക്കുള്ളിൽ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഒരു ഇച്ചിങ്ങും ഇറിറ്റേഷനും മറ്റൊക്കെ തോന്നുന്നത്. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് മോയിസ്റ്റ് ബേക്കിംഗ് സോഡ, അതൊരു ബേസ് ആണ്. സിങ്ക് കാർബണേറ്റ് മീൻസ് കലാമിൻ ലോഷനകത്തുള്ള സിങ്ക് കാർബണേറ്റ്, ഇവർക്ക് ബേസിക് നേച്ചർ ആയതുകൊണ്ട് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ആ ഒരു പ്രോബ്ലം എന്ത് ചെയ്യും? ഓവർകം ചെയ്യാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് വൺ ആണ് സോയിൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. സോയിൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ കാലത്ത് ആൾക്കാർ ഒരുപാട് പ്രോഡക്റ്റ് അതിന് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, അതായത് രാസവളങ്ങൾ ഉപയോഗിക്കും. രാസവളം നമ്മളിങ്ങനെ ഒരുപാട് മണ്ണിൽ ഉപയോഗിച്ചാൽ മണ്ണിനകത്തെ ആസിഡിന്റെയോ ബേസിന്റെയോ കണ്ടന്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു സോയിൽ എന്തിന് സൂട്ടബിൾ അല്ല? അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് നല്ലതല്ല. ആ സമയം നമുക്ക് ആ സോയിൽ എന്ത് ചെയ്യേണ്ടി വരും? ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വസ്തുക്കളാണ്. ഒന്ന് പറയുന്നത് ക്യുക്ലൈം ഉണ്ട് കേട്ടോ. ഒന്നിന്റെ പേരെന്ന് പറയുന്നത് ക്യുക്ലൈം, നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് ക്യുക്ലൈം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്ലാക്കഡ് ലൈം. ഈ രണ്ട് വസ്തുക്കൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്തിന്റെ എഫക്റ്റ്, അതായത് നമ്മുടെ മണ്ണ് കൃഷിക്ക് യോഗ്യമല്ലാത്ത മണ്ണിനെ നമുക്ക് സ്യൂട്ടബിൾ ആക്കി എടുക്കാൻ സാധിക്കും. ഈ ക്യുക്ലൈം എന്ന് വെച്ചാൽ കാൽസ്യം ഓക്സൈഡിനെ നമ്മൾ എന്താന്ന് പറയുന്നത്? ക്യുക്ലൈം എന്ന് പറയുന്നത്. സ്ലാക്കഡ് ലൈം എന്ന് പറഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ എന്താന്ന് പറയുന്നത്? സ്ലാക്കഡ് ലൈം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്ന ഒരെണ്ണമാണ് ഫാക്ടറി വേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഫാക്ടറി വേസ്റ്റ് എന്ന് പറയുമ്പോൾ
ഫാക്ടറികൾ സ്വാഭാവികമായിട്ടും വേസ്റ്റ് ഉണ്ടായിരിക്കും. ഡയറക്റ്റ് അവർ എന്തിലേക്ക്, ഈ റിവേഴ്സിലേക്കും അല്ലെങ്കിൽ ഓഷ്യൻസിലോട്ടും ഒക്കെ അതിനെ അങ്ങ് റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഇത് അക്വാട്ടിക് ഓർഗാനിസത്തിനെ എന്ത് ചെയ്യും, അഫക്ട് ചെയ്യും. ഒരുപക്ഷെ അവർ റിലീസ് ചെയ്യുന്നെങ്കിലും ബിഫോർ ട്രീറ്റ്മെന്റ് അത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതിനെ ഒന്ന് ട്രീറ്റ് ചെയ്തിട്ട് ആസിഡ് കണ്ടന്റിനെയൊക്കെ കുറച്ച്, ബേസിക് കണ്ടന്റ് കുറച്ച് ന്യൂട്രൽ എഫക്റ്റിൽ ആക്കിയിട്ട് അതിനെ റിലീസ് ചെയ്യുകയാണെങ്കിൽ അക്വാട്ടിക് ഓർഗാനിസത്തിനെ ഒന്നും എന്ത് ചെയ്യത്തില്ല, അത് അഫക്റ്റ് ചെയ്യത്തില്ല. ഇത്രയും മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത് ആസിഡ് എന്ത്, ബേസ് എന്ത്, ഇൻഡിക്കേറ്റേഴ്സ് എന്ത്, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ, എക്സാമ്പിൾസ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ്, then some examples of neutralization in our everyday life. അപ്പം ബേസ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കുക. വളരെ പാടുള്ള ചാപ്റ്റർ ഒന്നുമല്ല, കൃത്യമായിട്ട് പഠിച്ച് റിവിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ കവർ ചെയ്യാനും കംപ്ലീറ്റ് ചെയ്യാനും നല്ലൊരു സ്കോർ നേടാനും സാധിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഞാൻ പറയുന്ന കണ്ടന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.